കൺമണി, ഈ പാട്ട് നമ്മൾ പാട്ട് പഠിക്കാൻ പോകുന്നു, ടീച്ചർ പാട്ട് പഠിപ്പിക്കുന്നു, പിന്നീട് ഈ മത്സരവേദികളിലേക്ക് പോകണമെന്ന് ആരാ പറഞ്ഞത്? ഈ പ്രിയംവദ ടീച്ചറാണ് പറഞ്ഞത്. ടീച്ചർ ഓരോ മത്സരങ്ങളൊക്കെ വേണ്ടി എന്നോട് പറയുമ്പോൾ നല്ലപോലെ പാട്, എൻ്റെ അനുഗ്രഹം ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ടീച്ചർ ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാകുമ്പോൾ പിന്നെ ഞാൻ പോയി പ്രോഗ്രാം ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗം കല്യാണിയാണ്. ആ കല്യാണിയിലെ ആദ്യ ഹിമാദ്രിസുധ എന്ന് പറഞ്ഞ അത് പാടിയാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, കല്യാണിയിൽ നമുക്കൊരു കീർത്തനം ചൊല്ലിക്കളയാം. ശരി. നീലക്കടനി നീലക്കടനി അങ്ങനെ ലളിതഗാനം വിട്ട് ശാസ്ത്രീയ സംഗീതത്തിൻ്റെ വഴിത്താരയിലേക്ക് കൺമണി പ്രവേശിച്ചു. ഈ ശാസ്ത്രീയവും തനിക്ക് വഴങ്ങുന്നപ്പോഴാണ് മനസ്സിലായത്. ടീച്ചർ പറഞ്ഞോ? എനിക്ക് ലളിതഗാനത്തിനേക്കാളും കൂടുതൽ ഇഷ്ടം ശാസ്ത്രീയ സംഗീതത്തിനോടാണ്. കാരണം എൻ്റെ സൗണ്ട് അതേപോലത്തെ ആണെന്നാലും പറയുന്നത്. അതുകൊണ്ട് ശാസ്ത്രീയ സംഗീതത്തിനോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ലളിതഗാനമല്ലേ ആദ്യം മറ്റേ സ്കൂൾ വേദികളിലൊക്കെ പാടിയത്? ആണ്, അത് കുഞ്ഞിലേ. സ്കൂൾ മത്സരത്തിൽ ഏത് മത്സരത്തിൽ ആദ്യം കൺമണി പങ്കെടുത്തത്? സ്കൂളിൽ തന്നെ പങ്കെടുത്തത്? സ്കൂളിൽ ശാസ്ത്രീയ സംഗീതത്തിനാണ്. ആണോ? പിന്നെ ഒരു പൊതുവേദികളിൽ പാടി തുടങ്ങിയപ്പോഴെങ്ങനെയാണ്? അന്നേരം ശാസ്ത്രീയ സംഗീതം തന്നെ. അത് തന്നെയാണ് പാടിയത്. ശാസ്ത്രീയ സംഗീതം വിഷമം പിടിച്ച പാട്ടുകളോടാണ് കൺമണിക്ക് താല്പര്യം. അതാണ് വരാം. കൺമണിയുടെ ഈ ശാരീരികാവസ്ഥയിൽ 7-ാം വയസ്സിൽ പനച്ചിക്കാട് ദേവീക്ഷേത്രത്തിൽ വെച്ച് സംഗീതത്തിന് അരങ്ങേറ്റം കുറിച്ചുകൊണ്ട് അമ്മച്ചേരി ദേവീക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടത്തിയ ആദ്യത്തെ സ്റ്റേജ് പ്രോഗ്രാമിൽ കൺമണിയുടെ മാനസികാവസ്ഥ എന്തായിരുന്നു? ആദ്യത്തെ സ്റ്റേജ് പ്രോഗ്രാം അമ്പലത്തിൽ എനിക്ക് ആദ്യമായിട്ട് കച്ചേരി തന്ന ഇദ്ദേഹമാണ്. ഇദ്ദേഹം മോശക്കാരനല്ല. എന്താ കാരണം വെച്ചാൽ കൺമണിയെ വിശ്വസിച്ചാണ് തന്നത്. അപ്പൊ അന്ന് ആ പ്രോഗ്രാം ചെയ്തപ്പോൾ എന്ത് തോന്നി? ആദ്യം പനച്ചിക്കാട് ദേവീക്ഷേത്രത്തിലാണ്, കോട്ടയം പനച്ചിക്കാട് ദേവീക്ഷേത്രത്തിലാണ് ഞാൻ അരങ്ങേറ്റം കുറിച്ചത്. അന്ന് ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല ഇങ്ങനെ അരങ്ങേറ്റത്തിന് കച്ചേരിക്ക് കയറും, ഇങ്ങനെ പാടാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചിരുന്നില്ല. പിന്നെ ഇലക്ഷൻ്റെ ഡ്യൂട്ടിക്ക് വന്നപ്പോൾ ഈ അങ്കിൾ വന്നപ്പം എൻ്റെ കാസറ്റ് കേട്ട് അങ്ങനെയാണ് എൻ്റെ ഈ കച്ചേരിക്ക് ഞങ്ങളുടെ അടുത്തൊരു അമ്പലത്തിൽ കച്ചേരി എനിക്ക് ബുക്ക് ചെയ്തതും. പിന്നെ അന്നേരം ഒരു നല്ല പേടിയുണ്ടായിരുന്നു. അന്നേരം എനിക്ക് പണ്ടൊക്കെ ഈ പ്രിയംവദ ടീച്ചർ പുറകെ താളം ഇട്ട് തരുമായിരുന്നു. അന്നേരം എനിക്ക് ഈ ശരിക്കും താളം അടിക്കാൻ പറ്റാത്തതുകൊണ്ട് പുറകെ താളം ഇട്ട് തരുമ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ പാടി. ആദ്യത്തെ കച്ചേരിയിൽ ആൾക്കാർ മുഴുവൻ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. എത്ര കിട്ടി? സീക്രട്ട് അല്ലേ? ഇവിടെ കുഞ്ഞിനെ തന്നെ പഠിച്ചിരിക്കട്ടോ. ഇൻകം ടാക്സ് ആയിട്ട് ഒന്നും അടിച്ചിട്ടാണോ? അല്ല, പിന്നെന്താണ്? എന്തായാലും ആദ്യം ഒരു പ്രതിഫലം കിട്ടി കൺമണി. അമ്മയുടെ കണ്ണ് നിറഞ്ഞോ? അമ്മയുടെ നിറഞ്ഞു കാണും. കണ്ണിലേക്ക് നോക്കിയില്ല? പ്രതിഫലം അമ്മയാണോ മേടിച്ചത് കൺമണിയാണോ മേടിച്ചത്? അമ്മ അടിച്ചോണ്ട് പോയത് അല്ലേ? അതെല്ലാം തിരിച്ചു കൊടുത്തേക്കണം കേട്ടാ. അതാണ്. എന്തായാലും ഈ ചെറുപ്രായത്തിലെ ഈ ഒരു എന്താ പറയുക, വളരെ പ്രതികൂലമായ ഈ അംഗവൈകല്യത്തിൻ്റെ വലിയ ഒരു അപാരതയിൽ പോലും കൺമണി ഒരു കച്ചേരിയിൽ പോയി പെർഫോം ചെയ്ത് അതിൻ്റെ പ്രതിഫലം വാങ്ങാതെ അമ്മയെ കൊണ്ട് വാങ്ങിപ്പിച്ചു അല്ലേ? ചെറിയ കാര്യമല്ല കൺമണി. എന്താ കാരണം വെച്ചാൽ ജീവിതമെല്ലാം അവസാനിച്ചു എന്ന് ധരിച്ച് ഒരു കിടക്കയിൽ അഭയം പ്രാപിക്കുന്ന കൺമണിയെപ്പോലുള്ള ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ കൂടെ പരിതപിച്ചുകൊണ്ട് ജീവിതം
അതുപോലെ ദുസ്സഹമാക്കി അവസാനിപ്പിക്കുന്ന അമ്മമാരും അച്ഛന്മാരുമുണ്ട്. ലോകത്തിൻ്റെ ഒരു സംഭവമാണ്. അതിനിടയിൽ കൺമണി ഒരു വെളിച്ചമാകുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. താങ്ക് യു. പഠിത്തത്തിൽ എങ്ങനെയുണ്ട്? പഠിത്തം നല്ല രീതിയിൽ പോകുന്നു. ആർക്ക് നല്ല രീതി? എനിക്ക്. പഠിക്കാറുണ്ടോ നന്നായിട്ട്? ഒത്തിരി ഉണ്ട്. നന്നായി മാർക്ക് കിട്ടുന്നു? നല്ലതാണ്. എത്ര മാർക്ക് കിട്ടുന്നുണ്ട് രേഖ കൺമണിക്ക്? 45% കിട്ടുന്നുണ്ട്. ആവറേജിന് മുകളിലാണ്. 45 എതിരാ? എത്രയില്ല? 50. അപ്പോൾ 90% മുകളിലാണ്. ഇവർക്കൊന്നും ഇന്നേ വരെ 60% മുകളിൽ കിട്ടിയിട്ടില്ല മാർക്ക്. പൈസ കൊടുത്തിട്ട് അഡ്മിഷൻ മേടിക്കുന്നു. ഇപ്പോഴും പൈസ കൊടുത്തിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡിസ്റ്റിങ്ഷനോടുകൂടിയാണ് പഠിക്കുന്നത്. ക്ലാസ്സിൽ ആദ്യ സ്ഥാനങ്ങളിൽ കൺമണി ഉണ്ട് അല്ലേ? ടീച്ചർമാരുടെ എല്ലാം കൺമണിയാണ്. പഠിത്തത്തിൽ ഉഴപ്പാൻ പാടില്ല. എന്നാ കാരണം വെച്ചാൽ ഈ കലാസബരിക്കിടയിലും ഒരുപക്ഷെ കൺമണിയെ വേറൊരു തരത്തിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഈ പഠിത്തമായിരിക്കും. ഏറ്റവും എളുപ്പം പഠിക്കാൻ ഏതാണ്? സയൻസ്. പിന്നെ മാത്സ് ഇഷ്ടമാണ്. പലർക്കും ബാലി കയറാൻ മേല മാത്സാണ്. മലയാളം പഠിക്കുന്നുണ്ടോ? സംസ്കൃതം പഠിക്കുന്നുണ്ട്. മലയാള പദ്യങ്ങളും ശ്ലോകങ്ങളൊക്കെ ചൊല്ലുവോ? പദ്യം ചൊല്ലും. ഒരു പദ്യം കാട്ടുന്നത്. പറയുവാനാകാത്തൊരായിരം കഥനങ്ങൾ ഹൃദയത്തിൽ മുട്ടി വിളിച്ചിടുമ്പോൾ, പറയുവാനാകാത്തൊരായിരം കഥനങ്ങൾ ഹൃദയത്തിൽ മുട്ടി വിളിച്ചിടുമ്പോൾ, ഇനി എനിക്കിവിടിരുന്നൊറ്റയ്ക്കു പാടുവാൻ കഴിയുമോരാക്കിളി കൂട്ടുകാരി. ഇനി എൻ കരൾ കൂട്ടിൽ നിലവിന്റെ കുയിൽ മുട്ട അടപൊട്ടി വിരിയുമോ പാട്ടുകാരി. ഇനി എന്റെ ഓർമ്മകളിൽ നിറമുള്ള പാട്ടുകൾ മണിവീണ മൂളുമോ കൂട്ടുകാരി. നഷ്ടമോഹങ്ങൾക്കു മേലടയിരിക്കുന്ന പക്ഷിയാണിന്നു ഞാൻ കൂട്ടുകാരി. ഇഷ്ടമോഹങ്ങൾക്കു വർണ്ണരാഗം ചേർത്ത് പട്ടു നെയ്യുന്നു നീ പാട്ടുകാരി. നഷ്ടമോഹങ്ങൾക്കു മേലടയിരിക്കുന്ന പക്ഷിയാണിന്നു ഞാൻ കൂട്ടുകാരി. വരട്ടെ. കൺമണി ഈ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ 3 വർഷമായി കൺമണി ഈ സ്കൂളിൽ പഠിക്കുന്നു. കൺമണി ഈ സ്കൂളിൽ പഠിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സഹപാഠികളിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ ഉണ്ടായിട്ടുണ്ടോ? കൺമണി ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിൻ്റെ ഡെപ്യൂട്ടി അച്ഛനാണ്. എന്തെങ്കിലും വിഷമങ്ങൾ കൺമണിക്ക് അവിടെ ഉണ്ടോ സഹപാഠികളിൽ നിന്നും? എല്ലാം തെളിച്ച് പറഞ്ഞോ കേട്ടോ, നമുക്ക് കൈകാര്യം ചെയ്തേക്കാം. അധ്യാപകരിൽ നിന്നും ആദ്യമൊക്കെ പോക്കുവരയിൽ ചില ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ സ്കൂളിലെ ഒരു ബിന്ദു എന്ന് പറഞ്ഞ സംസ്കൃതം സ്കൂൾ ടീച്ചറാണ് എന്നെ ഈ ബസ്സിൽ കൊണ്ടുപോയി. പിന്നെ അത് കാറ് ടീച്ചർ തന്നെത്താനെ പഠിച്ച് എനിക്ക് വേണ്ടി കാർ എടുത്ത് പഠിച്ച് എന്നെ കൊണ്ടുപോകുമായിരുന്നു. സ്കൂളിൽ ആദ്യമൊക്കെ മോളെ ബസ്സിലാണ് കൊണ്ടുവരുന്നത്. അത് പക്ഷേ അവൾക്കും വെയിറ്റ് കൂടുന്നു, മോക്കും വെയിറ്റ് കൂടുന്നു, എനിക്കും പ്രായം കൂടുന്നു. അപ്പോൾ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ആ വെക്കേഷനിൽ ഞാൻ ഡ്രൈവിംഗ് പഠിച്ച് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിച്ച് ഇപ്പോൾ നിത്യവും സ്കൂളിൽ കൊണ്ടുവരികയും തിരിച്ചു കൊണ്ടുപോവുകയും ഞാനാണ്. അതിലെനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. മോക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? ടീച്ചർ വണ്ടി ഓടിക്കാനൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ലത്. ഒരുപക്ഷെ ടീച്ചർക്ക് ഒരു ധൈര്യം കിട്ടാൻ വേണ്ടിയായിരിക്കും കൺമണിയെ കയറ്റി ഇരുത്തിയത്. ഞാൻ ടീച്ചർ വണ്ടി എടുക്കത്തില്ല. ഇല്ല, ബസ്സിനെ പോകത്തുള്ളൂ. കൺമണി ഇല്ല ടീച്ചർക്ക് വണ്ടി എടുക്കാൻ ധൈര്യമില്ല. ഏറ്റവും കൂടുതൽ ഇപ്പോൾ എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ സ്കൂളാണ്. സ്കൂളിലെ ഫ്രണ്ട്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും HM എല്ലാവരും എന്തുവാ എന്നെ ഇങ്ങനെ ഒരു പരാതി പറ. ഇല്ല എന്തോ ചില പരാതി ഉണ്ടല്ലോ അവിടെ. ഇല്ല ഒരു പരാതി എൻ്റെ അടുത്ത് കിട്ടിയിരുന്നു. എന്ത്? ഞാൻ പറയണോ ഇപ്പോൾ? ധൈര്യത്തിൽ. എങ്ങനെയാണ് അമ്മ കൺമണി ആദ്യകാലത്ത് സ്കൂളിൽ കൊണ്ടുപോയത്? അത് നേരത്തെ ഞാൻ ആക്റ്റീവയിലായിരുന്നു കൊണ്ടുകൊണ്ടിരുന്നത്. സ്കൂട്ടർ ഓടിക്കല്ലേ? ആള് മോശക്കാരിയല്ല. ഓക്കെ. എന്നിട്ട് എങ്ങനെ കൺമണി കൈകളില്ല? എങ്ങനെ കൺമണിയെ? ഞാൻ ഫ്രണ്ടിൽ നിർത്തിയിട്ട് ചെറുപ്പത്തിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഞാൻ ഫ്രണ്ടിൽ നിർത്തും. വണ്ടിയുടെ സീറ്റ് ഫ്രണ്ടിൽ ഇരുത്തിയിട്ട് ഷാൾ കൊണ്ട് ഞാൻ കെട്ടുമായിരുന്നു. കെട്ടിയിട്ട് അങ്ങനായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. വീഴാതിരിക്കാൻ വേണ്ടി കെട്ടിയിടുമായിരുന്നു.
പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവളത് പ്രാക്ടീസ് ആയപ്പോൾ പിന്നെ ഷാള മാറ്റി തന്നെ അവൾ നിൽക്കുക ഫ്രണ്ടിൽ. എന്നാലും റിസ്ക് അല്ലേ? ഇല്ല, റിസ്ക് ഇല്ല. നമ്മുടെ നാട്ടിലെ കുഴികളെന്ന് പറഞ്ഞാൽ ചെറിയ കുഴികളൊന്നും അല്ല. അതെ. അപ്പം ഇത്രയും വർഷം കൊണ്ട് ഞാൻ പോയി ഇതുവരെ ഇതൊന്നും സംഭവിച്ചിട്ടില്ല. എന്തായാലും സുരക്ഷിതമാണ്. പക്ഷെ ഇപ്പോഴാണ് ടീച്ചറാണ് ബിന്ദു ടീച്ചർ അല്ലേ? ബിന്ദു ടീച്ചർ അമ്മയെ കടത്തി വെട്ടി. കൺമണിക്ക് വേണ്ടി കാറ് മേടിച്ചു ടീച്ചർ. അതല്ല, ടീച്ചർ കാറ് മേടിക്കില്ലായിരുന്നു. അങ്ങനെ കൺമണി യഥാർത്ഥത്തിൽ ഗുരുഭൂതന്മാരുടെ, മാതാപിതാക്കളുടെ, സുഹൃത്തുക്കളുടെ ഇവരുടെയൊക്കെ ഒരു എന്താ പറയുക, ഒരു കനിവിൻ്റെ, സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ ഒക്കെ എന്താ പറയുക ഒരു സ്പർശം കൺമണിയുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് കൺമണി ഇങ്ങനെ എല്ലാവരുടെയും കൺമണിയായത്. എല്ലാവരും പ്രോത്സാഹിപ്പിച്ചു. പക്ഷെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് കൺമണിയുടെ കഴിവുകളും താല്പര്യങ്ങളാണ്. ഇതെനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ആൾക്കാരെ കാണിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് അവർക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നത്. അപ്പോൾ അമ്മയ്ക്ക് പോലും കൺമണിയിലെ ആ സിദ്ധി പുറത്തേക്ക് വന്നുകൊണ്ടാണ് അമ്മയ്ക്കൊരു ജീവിതം കിട്ടിയത്. അതല്ലേ അമ്മ കരഞ്ഞ് തീർത്തേന്, അല്ലേ? ഈ ജീവിതം തീർത്തേന്.